ആദ്യം ഈ കാണുന്നത് തേന്മാവിൻ കൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ്. ഇത് കായംകുളം കൊച്ചുണ്ണി, മാമാങ്കം ഈ രണ്ട് സിനിമകളിലേക്ക് കൊടുത്ത ഒട്ടകമാണ്. മമ്മൂട്ടിയുടെ ടർബോ എന്ന പടത്തിലെ കുതിരയാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള നന്ദന ഫാം. 2 ഏക്കർ സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. വീടിനുള്ളിലെ ഫാം എന്നൊരു പ്രത്യേകതയും ഈ ഫാമിനുണ്ട്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് 110 വർഷം പഴക്കമുള്ള ഒരു കാളവണ്ടിയുടെ മുന്നിലാണ്. വെറും ഒരു കാളവണ്ടിയല്ല, ഇത് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ ലാലേട്ടനൊക്കെ ഉപയോഗിച്ച അതേ കാളവണ്ടിയാണിത്. ഇവിടെ സിനിമയിലൊക്കെ അഭിനയിച്ച കുതിരകളും ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഹായ്, നമസ്കാരം. നമസ്കാരം. മോനെ പേരെന്താണ്? നന്ദകിഷോർ. ആദ്യം ഈ കാണുന്നത് തേന്മാവിൻ കൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ്. തേന്മാവിൻ കൊമ്പത്തിലെ സിനിമയിലെ കാളവണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ഓലയായിരുന്നു മാറ്റി പരം ബാക്കി എടുത്തതാണ്. ഇത് നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷൻ കൊടുത്ത വണ്ടിയാണ്. അതായത് 4 വീൽ രഥമാണ്. നമ്മൾ കല്യാണത്തിലെല്ലാം കൊടുക്കുന്ന വണ്ടിയാണ്. കുതിര കെട്ടി വലിക്കാനും സ്റ്റേജിന് മുമ്പിലൊക്കെ ഇടാനും കൊടുക്കുന്നത്. പിന്നെ ഇതെന്താണ് പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതെ, ഇത് നമ്മൾ ഈ ഓണം പ്രമാണിച്ച് നമ്മുടെ ഓരോ ക്ലോത്തിങ് സ്റ്റോറിന്റെ ഒക്കെ മുമ്പിൽ വെക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മാവേലിയാണ്. 10 അടിയോളം മാവേലിയാണല്ലേ ഉയരം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സെറ്റായിട്ടാണ് ചെയ്തത്. അതെ, അതായത് 2 ഭടന്മാര്, 2 പുലിക്കളി, ഒരു വേട്ടക്കാരന്, അങ്ങനെയൊക്കെയാ മാവേലി. ഇതെന്താണ്, പീരങ്കിയാണോ? അതെ അതെ, ഇതൊരു ഡെമോ പീരങ്കിയാണ്. അതായത് നടുക്കത്തെ എല്ലാം PVC പൈപ്പ് വെച്ചാണ്. അതെ, ടയർ മാത്രമേ ഉള്ളൂ. അതെ അതെ, ടയർ മാത്രമേ ഉള്ളൂ ഒറിജിനൽ കാളവണ്ടിയുടെ ടയറാണല്ലേ. അടുത്ത് നമുക്ക് കാണാൻ ഒരു പല്ലക്കാണ് കേട്ടോ. ഇതെന്താണ് പല്ലക്ക്? ഇത് നമ്മളൊരു ഫൈബറിൽ ചെയ്തെടുത്ത പല്ലക്കാണ്. നമ്മൾ പ്രോഗ്രാംസിനെല്ലാം കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ആണല്ലേ. ഇവിടെ പാസ് വല്ലതും ഉണ്ടോ ഇപ്പം? ഇപ്പം ഒരു 50 രൂപ എൻട്രി ഫീസ് 50 രൂപ. പിന്നെ അല്ലാത്ത എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിങ്, ഹോഴ്സ് റൈഡിങ്ങിന്, അതൊക്കെ വേറെയാണ്. നമുക്ക് കാണാം വേറൊരു കുതിരവണ്ടി ഇവിടെ. അതെ അതെ, ഇത് ഒരു ടോപ്പ് ഉള്ള ടൈപ്പിലെ കുതിരവണ്ടിയാണ്. എങ്ങനെയാണ്? ടോപ്പ് ഉള്ള ടൈപ്പിലെ. അതെ, അത് നമ്മൾ റോമൻസ് എന്ന സിനിമയിലേക്ക് കൊടുത്ത വണ്ടിയാണ്. റോമൻസ് എന്ന സിനിമയിലേക്ക് ഇവിടെ ടോപ്പ് ഇല്ലാത്ത ഒരു കുതിരവണ്ടി ഉണ്ട്. അതെ അതെ, ഇത് നമ്മൾ ഇവിടെ ആൾക്കാർക്ക് റൈഡിങ് ഉണ്ടല്ലേ? കുതിര വെച്ച് റൈഡ് ചെയ്യും. കുതിര വെച്ച് റൈഡ് ചെയ്യും. കുതിര വണ്ടി റൈഡിങ്ങും ഉണ്ട്. എങ്ങനെ ചാർജ്? അതിനെല്ലാം 2-ന് 100 രൂപ. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, കൊച്ചു പിള്ളേർക്ക് കൈവച്ച് കറക്കുന്നത്, അതിന് മാത്രം 50 രൂപ. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇവറ്റകള് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ബേഡാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇതിപ്പം 1 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. മുത്തെന്നാണ് പേര്. എന്നാലും അച്ചാമ്മ ചുമ്മാ ഇരിക്കുമ്പോ വിളിക്കും. ഇതെന്താ വില വരും? ഇതിന് ഏകദേശം 1 ലക്ഷം രൂപയോളം അടുത്ത്. 1 ലക്ഷം രൂപ വരും അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ബോൾ പൈത്തൺ. നമുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റും. പെറ്റായിട്ട് വളർത്തുന്നതാണ്. കുഞ്ഞിപ്പെണ്ണെന്നാണ് പേര്. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പാമ്പിനെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഇതുണ്ടോ, ആദ്യമായിട്ടാണ് പാമ്പിനെ തൊടുന്നത് കേട്ടോ. ഇത് ആട് ഏതനമാണ്? ഇത് ഇടിയാട്. ഇടിയാടല്ലേ? ഇത് ഇടിക്കുവോ നമ്മളെ? ഇടിക്കുവല്ലേ? ഇത് ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചിരിക്കുന്നത്. കൊമ്പേ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചിരിക്കുന്നത്. ഇത് മെയിലാണോ ഫീമെയിലാണോ? മെയിലാ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണും ഇത്രയും കൊമ്പൊക്കെ ഉള്ള, ഇത്രയും ഭംഗിയുള്ളൊരു ആടിനെ കേട്ടോ. ഇതേതാണ്? ഇത് മെക്കാവു, ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവു എന്ന് പറയും. ഇത് സംസാരിക്കുവോ? ഇത് ഒരു കുറച്ചുകൂടെ വയസ്സാവണം. ഇപ്പൊ 9 മാസം പ്രായമേ ആയിട്ടുള്ളൂ. തക്കുടു എന്നാണ് പേര്. നാട്ടിൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം അടുത്ത് വില വരുന്ന ബേഡാണ്. 1.5 ലക്ഷം രൂപ വരെ. അപ്പൊ ഗൈസ്, ഇത് കണ്ടോ, നല്ല ഇണക്കമാണ് കേട്ടോ. തക്കുടു എന്നാണ് പേര്. പറന്നൊന്നും പോത്തില്ലല്ലേ? പറന്നൊന്നും പോത്തില്ല. കടിക്കോ? ഇല്ല. തക്കുടു
ഇത് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം സിനിമയില്ലേ, അതിനകത്തേക്ക് കൊടുത്ത ഫെരറ്റ് എന്ന് പറയുന്ന റേറ്റുമാണ്. അതായത് കീരി വർഗത്തിലൊക്കെ പെടുന്ന റേറ്റുമാണ്. 3 നേരം ചിക്കൻ വേണം. പിന്നെ 24 മണിക്കൂറിൽ 22 മണിക്കൂർ ഉറക്കമായിരിക്കും. ഒരു 2 മണിക്കൂറേ ഉണരത്തുള്ളൂ. ഇത് ഇഗ്വാന. അത്ര എടുത്തിട്ടുണ്ട്. പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നത്? ഇത് ഇവന്മാരുടെ മെയിൻ ഭക്ഷണം ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവാണല്ലേ? ഇത് ഫാൻസി പോണിയാണ്. അതായത് പോണിക്കുതിരയൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് കുറവായിരിക്കും. ഇത് ഷോയ്ക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ? ഇത് ഷോ പർപ്പസ് ആണ് മെയിൻ. ഇതോ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പോണിക്കുതിര. ബിർള എന്നാണ് ഇതിന്റെ പേര്. നമ്മുടെ ഇവിടെ കാർഡ് റൈഡിങ്ങിന് വണ്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന ഹോഴ്സ് ആണ്. പിന്നെ കൊച്ചു കുട്ടികൾക്ക് റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന ഹോഴ്സ് ആണ്. ഇല്ല, ആൾ ഭയങ്കര സൈലന്റ് അല്ലേ? സ്നേഹമുള്ള. ഇതിന്റെ പേരെന്താണ്? ബിർള. ബിർള. ഇതാണ് യമു പക്ഷി. അതായത് ഒട്ടക പക്ഷി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് യമു പക്ഷി. ഇവന്മാരുടെ ഒരു മുട്ടയ്ക്ക് 1500 രൂപ വില വരും. 1500 രൂപ? അതെ അതെ. 3 എണ്ണം ഉണ്ടല്ലേ? ഇത് നമ്മുടെ ഇവിടുത്തെ വലിയ കുതിര എന്ന് വേണമെങ്കിൽ പറയാം. കാളി എന്നാണ് പേര്. കാളി അല്ലേ? ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് കഴുതയല്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ കഴുത. ഇത് പാല് തരുന്ന കഴുതയാണ്. അതായത് 1 ലിറ്റർ കഴുതപ്പാലിന് 6500 രൂപയോളം അടുത്ത് വില വരും. 1 ലിറ്റർ പാലിന് 6500 രൂപ. ഈ 1 ലിറ്റർ കഴുതപ്പാല് കിട്ടണമെങ്കിൽ 10 കഴുതകൾ അടുപ്പിച്ച് കിട്ടിയാലേ 1 ലിറ്റർ കഴുതപ്പാല് കിട്ടും. ഇത് പഞ്ചവർണ്ണത്തെ സിനിമയില്ലേ, പഞ്ചവർണ്ണ അതിനകത്തേക്ക് കൊടുത്ത കഴുത. അമ്മു എന്നാണ് പേര്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിര. അതായത് ആമി എന്നാണ് പേര്. മമ്മൂട്ടിയുടെ ചർബോ എന്ന പടത്തിലെ കുതിരയാണ്. ഇതിപ്പം ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. അന്നേരം ബോഡി ഇത്രയും വീക്കായിരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞതേ ഉള്ളതുകൊണ്ടാണ്. എല്ലാ പെൺകുതിരകൾക്കും ഡെലിവറി കഴിഞ്ഞാൽ ഇങ്ങനെ ബോഡി വീക്കായിരിക്കും. ഒരു 3-4 മാസത്തേക്ക് ഇങ്ങനെ ബോഡി റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഒരു 2 മാസത്തോടെ കഴിയുമ്പോൾ നന്നായിട്ട് ബോഡി. ഇതിന്റെ കുട്ടിയെ കാണിക്കാം. അതെ, ഇതാണ് നമ്മുടെ ആമിയുടെ കുഞ്ഞ്. ആൺകുതിരയാണ്. ദേവൻ എന്നാണ് പേര്. ദേവൻ അല്ലേ? അമ്മ വിളിച്ചോടനെ ഓടി വന്നല്ലോ. ഇത് കായംകുളം കൊച്ചുണ്ണി, മാമാങ്കം ഈ 2 സിനിമകളിലേക്ക് കൊടുത്ത ഒട്ടകമാണ്. നമ്മുടെ ഇവിടുത്തെ ഒട്ടകമാണ്. ഹൈദ എന്നാണ് പേര്. സിനിമാ നടനാണല്ലേ? ആണാന്നോ പെണ്ണാണോ? പെണ്ണ്. അപ്പൊ സിനിമാ നടിയാണ്. അപ്പൊ ഗൈസ്, ഒരു സിനിമാ നടിയാണിത് കേട്ടോ. കായംകുളം കൊച്ചുണ്ണിക്കകത്തൊക്കെ ഉള്ള ഒട്ടകമാണിത്. വേറെ മാമാങ്കം അല്ലേ? ഇത് റൈഡിങ്ങിന് ഉപയോഗിക്കുമോ? ഇത് റൈഡിങ്ങിന് ഇപ്പം നമ്മൾ ഉപയോഗിക്കത്തില്ല. കാരണം സീറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ക്യാമൽ റൈഡിങ് ഇല്ല. ഇല്ലല്ല, കടിക്കുമോ? ഇല്ലല്ല. ഇതൊരു സാധാ കുതിരയല്ലേ? ഇത് നാട്ടുകുതിരയാണ്. റൈഡിന് ഉപയോഗിക്കുന്ന? ഇത് ഇപ്പൊ റൈഡിങ്ങിന് ഉപയോഗിക്കത്തില്ല. നമുക്ക് മറ്റേ പോണിക്കുതിര ഉണ്ടോ ഉപയോഗിക്കത്തില്ല. ഇനി നമ്മൾ മ്യൂസിയത്തിലോട്ടാണ് പോണത്. അതെ അതെ. ഇത് ഗ്രാമഫോണ്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കന്നുകാലി തട്ട എന്ന് പറയും. അതായത് പണ്ട് കാളേന പശുവിനെയൊക്കെ വനമേളിൽ അഴിച്ചു നേരം കഴുത്തെ കെട്ടിവിടുന്നതാണ്. സൗണ്ട് കേൾക്കാനും ഇതിന്റെ ഈ ആടുന്ന ശബ്ദം വന്യജീവികൾക്ക് പേടിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എളുപ്പം ആക്രമിക്കത്തില്ല എന്നും പറയാറുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നത് മെതിയടി. ഇത് പഴയ കുതിരവണ്ടിയുടെ ഹോണ. ഇത് കഴഞ്ചുവടി. പണ്ട് മെഡിസിന്റെ ഒക്കെ അളവളക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് കഴഞ്ചുവടി. ഇത് ഇപ്പൊ നമുക്ക് ബണ്ടിലൊക്കെ ലൈസൻസ് ഉള്ള പോലെ തന്നെ പണ്ടത്തെ സൈക്കിളിന്റെ ലൈസൻസ് ആണ്. പണ്ട് സൈക്കിൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം, ഇല്ലെങ്കിൽ 5 പൈസ ഫൈനാണ്. നിരണം പഞ്ചായത്തിലെ ഒരു വ്യക്തിയുടെ ലൈസൻസ് ആണ്. 1966-67 വർഷത്തെയാണ് ഈ കാണുന്നത്. സൈക്കിളിന് ലൈസൻസ് വേണം. അതാർക്കും അറിയത്തില്ല കേട്ടോ.
ഇത് പണ്ടത്തെ റേഷൻ കാർഡ്. ഇടുക്കി ആയതുകൊണ്ടാണ് തമിഴോട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിപ്പം ഉണ്ടായത്. പണ്ടത്തെ റേഷൻ കാർഡ് അല്ലേ? അതെ. ഇത് പണ്ടത്തെ ലോട്ടറി. 10 ലക്ഷം രൂപയും ഒരു അംബാസിഡർ കാറും സമ്മാനം. 5 രൂപ ലോട്ടറി. ഏത് വർഷത്തെയാണ് ഇത്? ഇത് 1989. ബലൂൺ ഭരണി. ഇത് മനുഷ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ഊതിയാണ് വീർപ്പിക്കുന്നത്. തേനിട്ട് വെക്കാൻ ഏറ്റവും നല്ലതാണ്. മനുഷ്യര് ഗ്ലാസ് ചൂടാക്കി ഊതി വീർപ്പിക്കും. ഗ്ലാസ് ആണ്, ഒറിജിനൽ ഗ്ലാസ്. ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ഗ്ലാസ്. ഊതി വീർപ്പിച്ചുണ്ടാക്കി. ഇത് എത്ര വർഷം പഴക്കം കാണും അറിയോ? ഇത് ഏകദേശം നല്ല രീതിക്ക് വർഷം പഴക്കമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ യമു പക്ഷിയുടെ മുട്ട. ഇത് കളർ അടിച്ചതല്ല, ഇതാണ് ഇതിന്റെ കളർ. ഒറിജിനൽ കളറാണ്. ഒറിജിനൽ കളറാണ്. ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ തോടാണ് ഈ കാണുന്നത്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ തോടാണ് അല്ലേ? അതിലും വലിപ്പം ഉണ്ടല്ലോ, യമുവിനേക്കാളും വലിപ്പം ഉണ്ടല്ലേ? ഇത് എല്ലാം ആ യമു പക്ഷിയുടെ മുട്ട പൊട്ടിച്ച് കഴിച്ച് അതിൽ പടം വരച്ചിരിക്കുന്നതാണ്. തോടാണല്ലേ? തോടി പടം വരച്ചിരിക്കുകയാണ്. അങ്ങനെ യൂസ് ചെയ്യാം. നല്ല കട്ടിയാണല്ലേ? നല്ല കട്ടി. ചിലവരൊക്കെ ആർട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാനേ ഉപയോഗിക്കുന്നത്. അതിന്റെ തോടിന് വിലയുണ്ടോ? തോടിന് അത്യാവശ്യം വിലയുണ്ട്. എന്താ വിലയുണ്ട്? ഏകദേശം 500 രൂപയോളം താഴെ. വിലയുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കൂജ. ലോകത്തിലെ ഏറ്റവും ചെറിയ കൂജ. മോഡൽ മാത്രമേ ഉള്ളൂ, വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കേവ് ഒക്കെ ഉണ്ടല്ലോ. പുതിയതായിട്ട് ചെയ്തതല്ലേ? പുതിയതായിട്ട് ചെയ്തതാണ്. ഇതിനകത്ത് എങ്ങനെ ചാർജ് കയറുന്നതിന്? ഇതിന് ഒരാൾക്ക് 30 രൂപ. 30 രൂപ. ഓക്കേ. ഇപ്പോൾ നമുക്ക് വീഡിയോ കാണിക്കാൻ അലൗഡ് അല്ല. ഗുഹയുടെ ഒരു ക്ലൈമറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂട്, പുക ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് ഇറങ്ങി വരുന്നത് അല്ലേ? ഇതുവഴി കേറുന്നു, അതുവഴി ഇറങ്ങുന്നു. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നമ്മളൊരു ഓപ്പൺ സ്റ്റേജ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടി ഫങ്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തുരങ്കം ഒരു ഗുഹയാണ്. ഇതിനകത്ത് ഞങ്ങൾ കയറി, അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് വീഡിയോ ആയി കാണിക്കാൻ ഒക്കത്തില്ല. ഒരു വീഡിയോ അലൗഡ് അല്ല. ഒരു അടിപൊളിയാണ് കേട്ടോ. ഒരു നാച്ചുറൽ ഒരു ഗുഹയ്ക്കകത്ത് പോകുന്ന പോലെ തന്നെ ഫീലിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം. ബൈ.